ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്, ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്കുണ്ട്, അവൾക്കുണ്ട്, അവിടെയുണ്ട്. ഇങ്ങനെ 3 വിധത്തിൽ നമ്മൾ ഉണ്ടെന്ന് പറയാറുണ്ട്. ഇതിന് മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാനിവിടെയുണ്ട്, അവൾ ഇവിടെയുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പം വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഉണ്ടെന്ന് പറയാനും ഉണ്ടായിരുന്നു എന്ന് പറയാനൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ തൊട്ട് മുമ്പത്തെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്കുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഇവിടെ ഒരു വ്യക്തിക്ക് ഒരു വസ്തു ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു വസ്തു, എന്തെങ്കിലും ഒരു കാര്യം നമുക്കുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ഹാവ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഹാവ്. അപ്പൊ അത് യൂസ് ചെയ്ത് കുറച്ച് സെന്റൻസ് നോക്കാം കേട്ടോ. എനിക്കൊരു പേനയുണ്ട്, എനിക്കൊരു ബുക്കുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് അല്ലെ. ഐ ഹാവ് എ പെൻ. ഐ ഹാവ് എ പെൻ. എനിക്കൊരു പേനയുണ്ട്. ഇനി പറയാണ് എനിക്കൊരു പുസ്തകമുണ്ട്. ഐ ഹാവ് എ ബുക്ക്. ഓക്കെ, ഐ ഹാവ് എ ബുക്ക്. ഇനി നെക്സ്റ്റ് പറയാണ് എനിക്ക് സമയമുണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ. വസ്തു ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, ഒരുപാട് വസ്തു നമുക്ക് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റൂട്ടോ ഐ ഹാവ് യൂസ് ചെയ്തിട്ട്. ഇനി അതുപോലെ എനിക്ക് സമയമുണ്ട്. ഐ ഹാവ് ടൈം. ഐ ഹാവ് ടൈം. എനിക്ക് സമയമുണ്ട് എന്ന് പറയാറുണ്ട്. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. എനിക്ക് 2 സഹോദരങ്ങളുണ്ട്, 2 സഹോദരിയുണ്ട്, അതുപോലെ 2 കുട്ടികളുണ്ട്. പലതും നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് 2 ബ്രദേഴ്സ്. ഐ ഹാവ് 2 ബ്രദേഴ്സ്. നീ സിസ്റ്റർ ആണെങ്കിൽ ഐ ഹാവ് 2 സിസ്റ്റേഴ്സ്. ഇങ്ങനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് എനിക്കിന്ന് ജോലിയുണ്ട്. എന്തൊക്കെ എനിക്കുണ്ടെന്ന് പറയുന്നുവോ അവിടൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഐ ഹാവ്. അപ്പോൾ ഐ ഹാവ് വർക്ക് ടുഡേ. ഐ ഹാവ് വർക്ക് ടുഡേ. എനിക്ക് ഇന്ന് ജോലിയുണ്ട്. ഓക്കെ, എനിക്കൊരു സംശയമുണ്ട് അല്ലെ. എനിക്കാണ് സംശയമുള്ളത്. അപ്പൊ എങ്ങനെ പറയാം? ഐ ഹാവ് എ ഡൗട്ട്. ഐ ഹാവ് എ ഡൗട്ട്. എനിക്കൊരു സംശയമുണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ. നെക്സ്റ്റ് എനിക്ക് പണമുണ്ട്. എനിക്ക് പണമുണ്ട്. ഐ ഹാവ് മണി. ഐ ഹാവ് മണി. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമുണ്ട്. ഐ ഹാവ് മണി എന്ന് പറയാം. ഇനി ഇതേ സിറ്റുവേഷനിൽ നമ്മൾ പറയണേ എനിക്ക് വിശപ്പുണ്ട് എന്ന് പറയുകയാണെങ്കിലോ, എനിക്ക് നല്ല വിശപ്പുണ്ട് അല്ലെങ്കിൽ എനിക്ക് വിശപ്പുണ്ട് എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ ഐ ഹാവ് യൂസ് ചെയ്യരുത് കേട്ടോ. ഇവിടെ ഐ എം ഹംഗ്രി എന്ന് പറയും, അല്ലെങ്കിൽ ഐ എം സോ ഹംഗ്രി, അല്ലെങ്കിൽ ഐ എം വെരി ഹംഗ്രി എന്നൊക്കെ പറയാം. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെന്റൻസ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് വിശപ്പുണ്ടെന്ന് പറയുമ്പം അത് നമ്മുടെ തോന്നൽ, നമ്മളൊരു ഫീലിംഗ് ആണ്. സോ നമുക്ക് അവിടെ ഐ എം ഹംഗ്രി എന്ന് പറയാം. അവിടെ ഹാവ് യൂസ് ചെയ്യേണ്ട. ഓക്കെ, എനിക്കൊരു കാർ ഉണ്ട് അല്ലേ. ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ കാർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എനിക്കുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ച ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, ഐ എം ഹംഗ്രി. ഇവിടെ ഇപ്പം എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, ഇങ്ങനെയുള്ള നമ്മളെ ഫീൽ പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഹാവ് യൂസ് ചെയ്യാറില്ല കേട്ടോ. അവിടെ നമ്മൾ ആം, ഈസ് ഓർ ആർ എന്നൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അവൾക്കുണ്ട്, അല്ലെങ്കിൽ അവനുണ്ട്, അല്ലെങ്കിൽ മീരക്കുണ്ട്. ഇങ്ങനെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഷി ഹാസ്, ഹി ഹാസ്, മീര ഹാസ് അല്ലെ. ഏത് സബ്ജക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ കൂടെ ഹാസ് യൂസ് ചെയ്യുക, സിംഗുലർ ആണെങ്കിൽ കേട്ടോ. ഐ എന്നുള്ളത് ഒരു പ്ലൂരൽ അല്ല, പക്ഷെ നമ്മൾ പ്ലൂരൽ ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ. അതിന്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ആം യൂസ് ചെയ്യും, അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഹാവ് യൂസ് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇനി അവൾക്കുണ്ട്, ഷി ഹാസ്. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്ത് കുറച്ച് സെന്റൻസ് നോക്കാം. അവൾക്കൊരു ഫോണുണ്ട്. ഷി ഹാസ് എ ഫോൺ. ഷി ഹാസ് എ ഫോൺ. അവൾക്കൊരു ഫോണുണ്ട്. അവൾക്കൊരു ജോലിയുണ്ട് അല്ലെ. അവൾക്ക് ഒരു ജോലിയുണ്ട്. ഷി ഹാസ് എ ജോബ്. ഷി ഹാസ് എ ജോബ്. അവൾക്കൊരു ജോലിയുണ്ട്. ഇതിന്റെ അവസാനം വേറൊരു ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അവൾക്ക് 2 കുട്ടികളുണ്ട്. നേരത്തെ നമ്മൾ 2 സഹോദരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അവൾക്ക് 2 കുട്ടികളുണ്ട്. ഷി ഹാസ് 2 children. She has 2 children. അവൾക്ക് 2 കുട്ടികളുണ്ട്. ഇനി അത് അവനാണെങ്കിലോ, അവന് 2 കുട്ടികളുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് he has 2 children. ഒരു വ്യത്യാസമില്ല. ഹി ആയാലും ഷീ ആയാലും ഒറ്റ നെയിം ആണെങ്കിലും ഒക്കെ നമ്മുടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഹാസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, കോളേജ് ഉണ്ട്, പിന്നെ ട്യൂഷൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഹാസ് യൂസ് ചെയ്ത് പറയാം. ഷി ഹാസ് ക്ലാസ് ടുഡേ. ഷി ഹാസ് ക്ലാസ് ടുഡേ. അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. ഓക്കെ, അവൾക്കൊരു കാർ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഷി ഹാസ് എ കാർ. ഷി ഹാസ് എ കാർ. ഓക്കെ, അവന് സമയമില്ല.
അല്ലേ? നേരത്തെ നമ്മൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു, അവന് സമയമില്ല അല്ലെങ്കിൽ അവൾക്ക് സമയമില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഷീ ഡസൻറ്റ് ഹാവ് ടൈം എന്ന് പറയണം കേട്ടോ. അവിടെ നമ്മൾ ഷീ ആണെന്ന് കരുതി അല്ലെങ്കിൽ ഹി ആണെന്ന് കരുതി ഷീ ഡസൻറ്റ് ഹാസ് എന്ന് പറയരുത്. ഡസൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഹാവ് ആണ്. ഷീ ഡസൻറ്റ് ഹാവ് ടൈം. ഷീ ഡസൻറ്റ് ഹാവ് ടൈം. അവൾക്ക് സമയമില്ല അല്ലെങ്കിൽ അവന് സമയമില്ല. ഹി ഡസൻറ്റ് ഹാവ് ടൈം എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അവൾക്കൊരു സംശയമുണ്ടെന്ന് പറയുകയാണെങ്കിലോ, അവൾക്കൊരു സംശയമുണ്ട്. ഷി ഹാസ് എ ഡൗട്ട്. ഷി ഹാസ് എ ഡൗട്ട്. ഓക്കെ, അവൾക്ക് പണമില്ല അല്ലെങ്കിൽ അവന് പണമില്ല, അവന്റെ കയ്യിൽ പണമില്ല, അവളുടെ കയ്യിൽ പണമില്ല. ഷീ ഡസൻറ്റ് ഹാവ് മണി. ഷീ ഡസൻറ്റ് ഹാവ് മണി ഓർ ഹി ഡസൻറ്റ് ഹാവ് മണി. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നെഗറ്റീവ് പറയുന്ന സമയത്ത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസൻറ്റ് യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഹാസ് അല്ല യൂസ് ചെയ്യുക, ഹാവ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ഷീ ഡസൻറ്റ് ഹാവ് മണി. ഓക്കെ, നെക്സ്റ്റ് അവൾക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. അവൾക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. എങ്ങനെ പറയാ? ഷി ഹാസ് സംതിങ് ടു ടെൽ അസ്. ഷി ഹാസ് സംതിങ് ടു ടെൽ അസ്. അല്ലെ, സംതിങ് എന്തോ, അല്ലെ, നമുക്കറിയാത്തൊരു കാര്യമാണ്. സോ എന്തോ എന്ന് പറയാൻ വേണ്ടിയിട്ട് സംതിങ്. ഷി ഹാസ് സംതിങ് ടു ടെൽ അസ്. അവൾക്ക് എന്തോ നമ്മോട് പറയാനുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? അവൾക്കുണ്ട്, അവനുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇനി എനിക്കുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലൂരൽ സബ്ജക്റ്റ്, അവർക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവ് യൂസ് ചെയ്ത് പറയും. നമ്മളൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പം, ഫോർ എക്സാമ്പിൾ ഇപ്പം അവിടെയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വ്യക്തിയെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ there ഈസ്, അവിടെയുണ്ട്, there ഈസ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു theറും കൂടി അവസാനം കൊടുക്കുക. അപ്പൊ there ഈസ് there. എന്താണ് ഈ there? അവസാനത്തെ there എന്ന് പറയുന്നത് അവിടെ എന്നാണ്. there ഈസ് എന്ന് പറയുന്നത് എന്താണ്? ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു ആശുപത്രി ഉണ്ട്. അവിടെ ഒരു ആശുപത്രി ഉണ്ട്, അല്ലെ, ഒരു വസ്തു ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു വ്യക്തിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ നമ്മൾ എങ്ങനെ പറയും? there ഈസ് എ ഹോസ്പിറ്റൽ there. അപ്പൊ എന്തെന്ന് അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ അവിടെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ അവസാനം ഒരു there കൊടുത്തേ പറ്റൂ. പക്ഷേ ഫസ്റ്റിൽ there ഈസ് എന്ന് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടും മസ്റ്റ് ആണ്. അപ്പം there ഈസ് എ ഹോസ്പിറ്റൽ there. അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, അവിടെ ഒരു സ്കൂളുണ്ട്, അല്ലേ, അവിടെ ഒരു സ്കൂളുണ്ട്. ഒരു സ്കൂൾ ആയതുകൊണ്ടാണ് നമ്മൾ there ഈസ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് സ്കൂളാണെങ്കിൽ there are എന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഇനി മുമ്പേ ഉള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്, അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ there was a school there. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? അവിടെ ഒരു സ്കൂൾ ഉണ്ട്. there is a school there. ഓക്കെ, നെക്സ്റ്റ് അവിടെ രണ്ട് കടകളുണ്ട്. മനസ്സിലായല്ലോ? അവിടെ രണ്ട് കടകളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് എന്ന് പറയുമ്പോൾ എന്താ യൂസ് ചെയ്യുക? ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ there are എന്നാണ്. there are two shops there. there are two shops there. അവിടെ രണ്ട് കടകളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അവിടെ ഒരു ഹോട്ടൽ ഉണ്ട്. അവിടെ ഒരു ഹോട്ടൽ ഉണ്ട്. there is a hotel there. there is a hotel there. ഓക്കെ, നെക്സ്റ്റ് അവിടെ കുറെ ആളുകളുണ്ട് അല്ലെങ്കിൽ അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് പറയാം. അവിടെ കൂടുതൽ ആളുകളുണ്ട് അല്ലെങ്കിൽ കുറെ ആളുകൾ ഉണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പം ഒരു ഹോസ്പിറ്റൽ ആവാം, സ്കൂൾ ആവാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ പോകുന്ന സ്ഥലത്താവാം. അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പ്ലൂരൽ സബ്ജക്റ്റ് ആണ് വന്നിട്ടുള്ളത്, അല്ലെ. there are many people there. there are many people there. അവിടെയും നമ്മൾ അവസാനം there കൊടുത്തു. എന്തുകൊണ്ടാണ്? അവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. എങ്ങനെ പറയാ? അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ആണ്. there is a bus stop there. there is a bus stop there. ഇവിടെ ഒരിക്കലും നമ്മൾ അവസാനത്തെ there മിസ് ചെയ്യരുത് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്നുള്ള മീനിങ് കിട്ടില്ല. അപ്പൊ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. there is a bus stop there. അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. there is parking there. there is parking there. അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അവിടെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഒരു ആൾക്കൂട്ടത്തിനിടെ അല്ലെങ്കിൽ ഒരു വണ്ടി എന്തെങ്കിലും ആയിട്ട് നമ്മൾ പോയി നോക്കണം, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാറുണ്ടല്ലോ. അവിടെ പ്രശ്നം ഇല്ല എന്നാണ്. അപ്പൊ ഇങ്ങനെ പറയൂ, there is no problem there. there is no problem there. ഓക്കെ, അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട്. അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ കുട്ടികൾ എന്നാണല്ലോ. there are children playing there. there are children playing there. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് പണമില്ല പക്ഷെ അവൾക്ക് പണമുണ്ട്.
എനിക്ക് പണമില്ല പക്ഷെ അവൾക്ക് ഉണ്ട്. എങ്ങനെ പറയാ? ഐ ഹാവ് നോ മണി. ഐ ഡോണ്ട് ഹാവ് മണി അല്ലെങ്കിൽ ഐ ഹാവ് നോ മണി എന്നും പറയാട്ടോ. അപ്പം ഐ ഡോണ്ട് ഹാവ് മണി ബട്ട് ഷി ഹാസ്. പക്ഷെ അവൾക്കുണ്ട്. ഓക്കെ, അവൾക്ക് നമ്മളെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. എങ്ങനെ പറയാ? അവൾക്ക് നമ്മളെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. ഷി ഹാസ് ദ മൈൻഡ് ടു ഹെൽപ്പ് അസ്. ഷി ഹാസ് ദ മൈൻഡ് ടു ഹെൽപ്പ് അസ്. അവൾക്ക് നമ്മളെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക, സെന്റൻസ് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.